ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്വിക്കും സിമ്പിളുമായിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ ചിക്കൻ കറിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് അധികം സമയം ചെലവഴിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ നോൺ വെജ് റെസിപ്പീസ്, ഡിന്നർ റെസിപ്പീസ്, ലഞ്ച് റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇത്തിരി കരിവേപ്പിലയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി പറയുന്നത് ഇതിൽ നമ്മൾ ചെറിയുള്ളി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് വളരെ ഒരു നല്ല ടേസ്റ്റ് വരും ഇതിന്. ഇത് നാടൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ടൊന്ന് കളർ മാറുന്ന വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്യാം. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഇതിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയുണ്ട്. ഇത് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് സോട്ടേ ചെയ്തെടുക്കാൻ. അപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് പോകുന്ന വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കിത് സോട്ടേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സോട്ടേ ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പീസസ് നമുക്ക് ഈ ഉള്ളിയുടെ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ എൻ്റെ കയ്യിലുള്ള ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്ന വരെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച് ചിക്കൻ ഒന്ന് ലൈറ്റായിട്ട് സോട്ടേ ആയി വരുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ സോട്ടേ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ ചിക്കനിനും കുറച്ച് വെള്ളം വരുന്നുള്ളത് ഓർത്തിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഈ റെസിപ്പിയിൽ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ചിക്കനും വെള്ളവും മസാലയും ഒക്കെ നന്നായി മിക്സ് ആയിട്ട് ഒരു ഗ്രേവി ഉണ്ടാവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ വേവുന്ന വരെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കായിട്ടുണ്ട് ചിക്കൻ ഓൾമോസ്റ്റ്. ഇനി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ചിക്കൻ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കനും വെന്ത് വന്നിട്ട് ഗ്രേവി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ വറുത്തിടുകയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കരിവേപ്പിലയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇരുന്നോട്ടെ. കഴിക്കാൻ നേരത്തെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് സൂപ്പർ സിമ്പിൾ അല്ലേ? ആകെ 2-3 സ്റ്റെപ്പേ ഉള്ളൂ. പിന്നെ ചിക്കൻ വെന്ത് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യുക, തേങ്ങാപ്പാൽ ഒഴിക്കുക, ഇത്രയേ വേണ്ടൂ. നാടൻ ചിക്കൻ കറി ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും
നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.